നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 നമ്മൾ എത്തിക്കഴിഞ്ഞു. ഈ വർഷം വമ്പൻ പോരാട്ടങ്ങളുടേത് കൂടിയാണ്. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ഇത്തവണ നടക്കുന്നു. ഏതായാലും ഫൈനൽ മത്സരങ്ങളിൽ മിന്നും പ്രകടനം നടത്തുക എന്നുള്ളത് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള കാര്യമല്ല. ചില താരങ്ങളുണ്ട്, ചെറിയ മത്സരങ്ങളിലൊക്കെ മികച്ച പ്രകടനമായിരിക്കും. പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ, ഫൈനൽ മത്സരങ്ങളിലൊക്കെ അവരെ കാണാനേ ഉണ്ടാവില്ല. ഏർലിംഗ് ഹാലൻഡിനെ കുറിച്ചൊക്കെ അത്തരത്തിൽ പലരും വിമർശനങ്ങളുമായിട്ട് വരാറുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തനായിട്ടൊരു മഹാരഥൻ, യെസ്, ലിയോ മെസ്സി. അദ്ദേഹം 49 ഫൈനൽ മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത്. 49 ഫൈനൽ മത്സരങ്ങൾ. അത് ക്ലബിനും രാജ്യത്തിനുമായിട്ടാണ്. ഈ 49 ഫൈനൽ മത്സരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഗോൾ കോൺട്രിബ്യൂഷൻ ഒന്ന് കാണണം. 50 ഗോൾ കോൺട്രിബ്യൂഷൻസ്. ഗോൾ പ്ലസ് അസിസ്റ്റ് 50 എണ്ണമാണ്. ഈ വേൾഡ് കപ്പ് ഫൈനലിലെ ആ വേൾഡ് കപ്പ് ഫൈനലിൽ അദ്ദേഹത്തിൻ്റെ വക കിടിലൻ ഗോളുകൾ നമ്മൾ കണ്ടില്ലേ. സോ പ്രധാന മത്സരങ്ങളിൽ സ്റ്റെപ്പപ്പ് ചെയ്ത് കളിക്കാൻ കഴിയുക, അതാണ് ഒരു സാധാരണ താരവും മികച്ച താരവും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം. ലിയോ മെസ്സിയുടെ ഈ 49 ഗെയിമുകളിലെ 50 ഗോൾ കോൺട്രിബ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കണക്ക് 35 ഗോളുകളും 15 അസിസ്റ്റുകളുമാണ്. സോ മെസ്സി അതേ പ്രകടനം ഇനിയും തുടരുമെന്ന പ്രതീക്ഷയിൽ ആരാധകരെ കാത്തിരിക്കുകയാണ്. 2025 അദ്ദേഹത്തെ കാത്ത് ഫൈനലുകളുണ്ട്. കോൺകാഫ് ചാമ്പ്യൻസ് കപ്പ് ഉണ്ട്. ഫൈനലിലേക്ക് ഇന്റർ മയാമിക്ക് എത്താൻ പറ്റുമോ കാത്തിരുന്ന് കാണണം. പിന്നെ ക്ലബ്ബ് വേൾഡ് കപ്പ് ഉണ്ട്. ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഫൈനലിലേക്ക് ഇന്റർ മയാമി എത്തുമോ? ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം വെച്ച് അത് പറയുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. പക്ഷേ മെസ്സിയുടെ ടീമാകുമ്പോൾ ആരാധകർ പല സ്വപ്നങ്ങളും കാണും. പിന്നെ ലീഗ്സ് കപ്പുണ്ട്. MLS-ൻ്റെ പ്ലേ ഓഫിലേക്ക് എത്തിയാൽ, ഫൈനലിലേക്ക് എത്താൻ കഴിഞ്ഞാൽ അവിടെയും ഫൈനലുകളുണ്ട്. സോ ഫൈനലുകൾ എന്നും കടുത്ത വെല്ലുവിളികളാണ്. അതിൽ മികവ് കാണിക്കുക എന്നുള്ളത് വമ്പൻ താരങ്ങൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യവുമാണ്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.